ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അട ഉണ്ടാക്കാം. അതിനായിട്ടത് കുറച്ച് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നല്ലേ, ഇത് മാമ്പഴം തിന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അണ്ടി പൊട്ടിച്ചെടുത്ത അണ്ടിപ്പരിപ്പാണ്. ഈ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം വെച്ചേർന്ന് അതിൻ്റെ കയ്പ്പെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നുറുക്കിയെടുത്തേക്കണെയാണ്. അത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതും അണ്ടിപ്പരിപ്പും അരിയും കൂടെ അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങ, ഒരുപാട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു അടയുണ്ടാക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പും പച്ചരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചാലും കുഴപ്പമില്ല, ഇപ്പോൾ പാകത്തിന് ഇട്ടാൽ മതി. അരച്ചെടുത്താലും കുഴപ്പമില്ല, വെറുതെ ഇട്ടാലും കുഴപ്പമില്ല. ഇനിയുള്ളത് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം, ബാലൻസ് ഉള്ളത്. ഇതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു പലഹാരമാണത്. മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാങ്ങയുടെ അണ്ടികളെല്ലാം സൂക്ഷിച്ച് വെച്ചേർന്ന് ഇങ്ങനെ ഉണക്കി പരിപ്പെടുക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരും. ആ ഓർമ്മയാണ് എനിക്ക്. ഞാനും ഉണ്ടാക്കും, എല്ലാ വർഷവും തന്നെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ ആ പഴയ കാലമൊക്കെ ഓർമ്മ വരും. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് നല്ലതാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാം. അല്പം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കിടക്കട്ടെ. അത് തേങ്ങ പാകത്തിനേ ഉണ്ടായിരുന്നുള്ളൂ, മതി. നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇലയിൽ വെച്ച് ചുട്ടെടുക്കാം. ഇല വെച്ചിട്ട് ഇലയിലേക്ക് കോരി ഒഴിക്കാം. നമുക്ക് വേറൊരു ഇല വെച്ച് മൂടാം. ഇനി ചെറുതീയിൽ ഇവിടെ ഇരുന്ന് നല്ലപോലെ വെന്ത് കിട്ടും. ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറ്റു വശവും മറിച്ചിട്ട് എടുക്കാം. അങ്ങനെ മാങ്ങാണ്ടിയും കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, രണ്ട് വശവും നന്നായിട്ട് മറിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആണ് നമ്മുടെ മാങ്ങാണ്ടി അട. തിന്നാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇനി മാങ്ങാണ്ടി കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നല്ലതാണ്, അടിപൊളിയാണ്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി കഴിച്ചേ ഇരിക്കും. മാങ്ങാണ്ടി കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാർന്ന് അതിൻ്റെ കയ്പൊന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് മാങ്ങാണ്ടി പരിപ്പ് എന്ന് പറയുന്നത്. അത് വെച്ച് ഇങ്ങനെ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും രണ്ടാമത് ഉണ്ടാക്കിയിരിക്കും. അതുപോലത്തെ ടേസ്റ്റ് ഉണ്ട് ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. മാങ്ങാണ്ടി ഇനി കളയില്ലേ, ഇങ്ങനെ ചെയ്ത് നോക്കും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.